വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. ഇറ്റ്സ് മീ റിമാമിസ് ആണ്. നിങ്ങളുടെ ക്രിസ്മസ് എക്സാമിന് മസ്റ്റ് ആയിട്ട് എൻ്റെ മക്കൾ അറിഞ്ഞിരിക്കേണ്ട ഒന്നാണ് ഇൻഡോ ഇസ്ലാമിക് വാസ്തു വിദ്യാശൈലിയുടെ പ്രത്യേകതകൾ അല്ലെങ്കിൽ ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ. ഇൻഡോ ഇസ്ലാമിക് വാസ്തു വിദ്യാശൈലിയിൽ വന്നിട്ടുള്ള കുറച്ച് ബിൽഡിങ്സ് ആണ് നമ്മുടെ ഇതെന്താണ് നമ്മുടെ ഇന്ത്യ ഗേറ്റ് ആണ്, താജ്മഹൽ, ദെൻ കുത്തബ് മിനാർ. ഇതൊക്കെ ഈ ഒരു വാസ്തുവിദ്യാശൈലിയിൽ വന്നിട്ടുള്ള ബിൽഡിങ്സ് ആണ്. അപ്പൊ നമുക്ക് നോക്കിയാലോ എന്തൊക്കെയാണ് ഇൻഡോ ഇസ്ലാമിക് വാസ്തുവിദ്യാശൈലിയുടെ പ്രത്യേകതകൾ എന്ന്. ഓക്കെ, ഈ ഒരു സ്റ്റൈൽ ഡെവലപ്പ് ആയത് സുൽത്താനേറ്റ് പീരീഡിലായിരുന്നു, അല്ലെങ്കിൽ സൽത്തനത്ത് കാലഘട്ടത്തിലായിരുന്നു. ഈ ഒരു പീരീഡ് അല്ലെങ്കിൽ ഈ ഒരു വാസ്തുവിദ്യാശൈലി, ഇൻഡോ ഇസ്ലാമിക് വാസ്തുവിദ്യാശൈലി വന്നിട്ടുണ്ടായിരുന്നത് സുൽത്താനേറ്റ് പീരീഡിലായിരുന്നു. ഓക്കെ, ദെൻ ഇതിന്റെ ഫീച്ചേഴ്സ്, പ്രത്യേകത എന്ന് പറയുന്നത് ഇതിന്റെ ആ ഒരു ബിൽഡിങ്സിലെ താജ്മഹലിനെ കണ്ടില്ലത് ഇങ്ങനെ താഴിക കുടങ്ങൾ, ഡോംസ് ഉണ്ട്, പിന്നെ ആർച്ചിലെ ഇങ്ങനത്തെ ഷേപ്പിലുള്ള ആർച്ചുകളുണ്ട്, ഇതെന്താ താഴിക കുടങ്ങളുണ്ട്, മിനാരങ്ങൾ, കുത്തബ് മിനാറിനെ കണ്ടോ നേരെ നിൽക്കുന്നതാ, ചിത്രം കാണിച്ചതാ നേരെ, ഇത് മിനാരറ്റ്സ് ആണ്. താഴിക കുടാണ് ഇതിന്റെ മേലുള്ളത്. ഇവിടെ കാണുന്നതാണ്, ഇവിടെ പിങ്കിൽ മിസ് കൊടുത്താണ്ടോ ആർച്ചസ്, ഡോംസ്, താഴികക്കുടങ്ങൾ, മിനാരങ്ങൾ. ഇതൊക്കെയാണ് ഇത്തരത്തിലുള്ള ബിൽഡിങ്സിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ. ഓക്കെ, ഇത് നോക്കുകയാണെങ്കിൽ തുർക്കിന്നും പേർഷ്യന്നും ഒക്കെ ആയിരുന്നു ആളുകൾ വന്നിട്ട് ഇതിന്റെ കൺസ്ട്രക്ഷൻ ഒക്കെ നടത്തിയിട്ടുണ്ടായിരുന്നത്. മറ്റൊരു സവിശേഷത എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഈ ഒരു ബിൽഡിങ്സ് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്തു എന്നറിയോ? അവിടെ ഫ്ലവേഴ്സ് ഇല്ലേ, പൂക്കള്, പ്ലാന്റ്സ്, ചെടികൾ, ഇതൊക്കെ ഇത്തരത്തിലുള്ള രൂപങ്ങളൊക്കെ, ഫ്ലവേഴ്സിന്റെയും ചെടികളുടെ ഒക്കെ രൂപങ്ങൾ ഇത്തരത്തിലുള്ള ബിൽഡിങ്സ് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊത്തി വെച്ചിട്ടുണ്ടായിരുന്നു. ദെൻ ഇത് യൂസ് ചെയ്തത് നമ്മുടെ താജ്മഹൽ ആണെങ്കിൽ കംപ്ലീറ്റ്ലി മാർബിൾ കൊണ്ടാണ് ഉണ്ടാക്കിയത് അല്ലെ. മാർബിള്, ദെൻ മോട്ടർ, കുമ്മായം, ദെൻ സാൻഡ് സ്റ്റോൺ, ചുവന്ന കല്ല്, റെഡ് ഫോർട്ട് ഒക്കെ അല്ലേ. ഇതൊക്കെ ഇൻഡോ ഇസ്ലാമിക് വാസ്തുവിദ്യാശൈലി കേട്ടോ. നമ്മുടെ ജുമാ മസ്ജിദ്, ഇതൊക്കെ ഡൽഹിയിലുള്ള ജുമാ മസ്ജിദ്, ഇതൊക്കെ ഈ ഒരു സ്റ്റൈലിൽ വന്നിട്ടുള്ളതാണ്. ഇതൊക്കെ യൂസ് ചെയ്തത് ചുവന്ന കല്ല്, റെഡ് സാൻഡ് സ്റ്റോണും, ദെൻ നമ്മുടെ മാർബിൾസ് അല്ലെ, വൈറ്റ് മാർബിൾസ് ഒക്കെ ആയിരുന്നു ഇത് കൺസ്ട്രക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതിന്റെ പ്രത്യേകത സ്പേഷ്യസ് ആയിട്ടുള്ള ഗാർഡൻസ്, മൊത്തമായിട്ട് ഇത്തരത്തിലുള്ള ബിൽഡിങ്സിന് ചുറ്റും നല്ല ഗാർഡൻസ്, നല്ല പൂന്തോട്ടങ്ങൾ ഉണ്ടാവും. അപ്പൊ ഇത് മസ്റ്റ് ആയിട്ട് ചോദിക്കും, ഇൻഡോ ഇസ്ലാമിക് വാസ്തു വിദ്യാശൈലിയിൽ വന്നിട്ടുള്ള ബിൽഡിങ്സിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ നിങ്ങൾ ഇത് സുൽത്താനേറ്റ് പീരീഡിലാണ് വന്നിട്ടുള്ളത്. ദെൻ ആർച്ചസ് അല്ലെ, കമാനങ്ങള്, ദെൻ താഴികക്കുടങ്ങള്, മിനാരങ്ങൾ, ഇതൊക്കെ ഇതിന്റെ പ്രത്യേകതകളാണ്. ഡെക്കറേറ്റ് ബിൽഡിങ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെടികളുടെയും പൂക്കളുടെയും ഒക്കെ അതൊക്കെ കൊത്തി വെച്ചിട്ടുണ്ടായിരുന്നു. പേർഷ്യന്നും തുർക്കിന്നും ഒക്കെ ആയിരുന്നു ആളുകൾ വന്നിട്ടുണ്ടായിരുന്നു ഇതിന്റെ കൺസ്ട്രക്ഷന് വേണ്ടിയിട്ട്. ദെൻ സ്പേഷ്യസ് ആയിട്ടുള്ള ഗാർഡൻസ് ഉണ്ടായിരുന്നു. ഇതൊക്കെ നിങ്ങൾ എഴുതി വെക്കണം കേട്ടോ. അപ്പൊ ഇതേപോലത്തെ എക്സാമിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചെറിയ കോണ്ടന്റ് ആയിട്ട് മിസ് ഇനിയും വരുന്നതായിരിക്കും. ബൈ.